let me discuss and start my discussion with my excellent thanks to the Bar Association for giving me such an opportunity for discussing an important aspect. Taking and discussing the argument is not a Herculean task. The quite obvious is that after consuming food, it is quite natural to sleep. Myself and my good friend are not an exception to the rule. In the afternoon, we are asking a civil opinion. The lawyer may be very brilliantly presenting an opinion, but we are trained how to sleep, making an impression that we are continuously listening to. So, you are given that liberty to sleep on condition that you make an impression that you are carefully listening to. With that minimal words, let me come to my subject of the discussion. പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആക്സിഡന്റ് ക്ലെയിംസിനെ പറ്റി ഏർലിയസ്റ്റ് ലെജിസ്ലേഷൻ 1985 വന്ന ഫാക്ട് ആക്സിഡൻസ് ആയിരുന്നു. ഒരു ഇഷ്യൂ മാത്രമുള്ളൂ, അവിടെ ക്ലെയിംസ് കൊടുക്കണമെങ്കിൽ ചില കേസിലെങ്കിലും ലിമിറ്റേഷൻ 2 years ഉണ്ട്. ഫ്ലാറ്റ് ലൈസൻസ് ആയിട്ടായിരുന്നു കുറേ കാലം എല്ലാ ഫീൽഡിലും ഗവൺ ചെയ്തു, ഇപ്പോഴും ഗവൺ ചെയ്യുന്നു. തുടർന്ന് 1939 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1939 ആക്ടിന്റെ കീഴിൽ 1977 ട്രൈബ്യൂണൽ റൂൾസ് നമ്മുടെ ലിമിറ്റഡ് സബ്ജക്റ്റിലേക്ക് മാത്രമേ പോകുന്നു. ട്രൈബ്യൂണൽ റൂൾസ് 77 ടോർട്സ് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആയിട്ടുള്ളത്. ആ ആക്ടിന്റെ പ്രസക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്സിയോ പേഴ്സണാലിസ് വർക്കർ പേഴ്സണൽ അല്ലേ? എന്താണ് പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻ അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ മാത്രം ബാധകമാണ്. കാരണം ഇത് പറയാൻ കാരണം സെക്ഷൻ 306 ഉണ്ട് ഇന്ത്യൻ സെക്ഷൻ 306 ഇന്ത്യൻ സെക്ഷനായിട്ട് പ്രൊവൈഡ് പേഴ്സണൽ റൈറ്റ് ഓഫ് ആക്ഷൻ അപേക്ഷിച്ചിട്ടുണ്ട്. നിയമം അത് തന്നെയാണ്, ഇപ്പോഴും നിയമം അത് തന്നെയാണ്. അതിനൊരു എക്സെപ്ഷൻ ആയിട്ട് വേണം മാത്രമേ നമുക്ക് കേരള കോർട്സ് ആൻഡ് മിസ്റ്റീരിയസ് പ്രൊവിഷൻസ് ആക്ട് 1979 തോന്നുന്നത്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 കോംപ്രിഹെൻസീവ് ലെജിസ്ലേറ്റീവ് അമെൻഡ്മെന്റ് 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന്റെ കീഴിൽ തന്നെ മോട്ടോർ വെഹിക്കിൾസ് CMV റൂൾസ് 1989, കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1918 രണ്ടോളം റൂൾസ് ഉണ്ട്. പിന്നെ കാതലായ ഒരു ചേഞ്ച് വന്ന് 1994 സെക്ഷൻ 163 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ലിമിറ്റേഷൻ എടുത്തത് മുമ്പ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ 1994 ഈ സ്റ്റാറ്റ്യൂട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 2018 22/5/2018 163 സബ്സ്റ്റിറ്റ്യൂട്ട് കുറെ സീറ്റുണ്ട് ഇവിടെ ഇരിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് പിന്നെയാണ് ഏറ്റവും വിവാദമായ ഒരു അമെന്റ്മെന്റ് 13/2019 വിത്ത് ഇഫക്ട് ഫ്രോം നമ്മളെ സംബന്ധിച്ച് വിത്ത് ഇഫക്ട് ഫ്രോം 1/4/2022. അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഈ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്. BNS Act 2003, BNSS Act 2023 ആൻഡ് BSA Act 2020. അതെല്ലാം 1/7/2024 പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ഇത്രയും സ്റ്റാറ്റ്യൂട്ട്സ് ഈ മേഖലയിൽ കവർ ചെയ്യുന്നതാണ്. ഈ കോട്ടയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MACP ലോയേഴ്സ് എന്നൊരു ലോയർ ഉണ്ട്. കാരണം എല്ലാ ലോയേഴ്സും MACP വരുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ മുമ്പിരിക്കുന്ന കാണുന്ന മുഖങ്ങൾ എല്ലാവർക്കും തന്നെ MACP വരുന്നത് ആരുടെയും കുത്തകയല്ല. ഞാൻ ഒരു MACPയിലേക്ക് കടന്നു വന്നു. ഞാൻ 2019 അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അന്ന് എനിക്ക് ധാരണ ഈ MACP എന്നുള്ളത് ഒരു പിടിച്ചുപറിയുടെ അല്ലെങ്കിൽ പെട്മണിയുടെ മാത്രമാണെന്ന് ധാരണയുണ്ട്. പക്ഷേ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയില്ല ഇത്രത്തോളം റിസർച്ച് സ്കോപ്പുള്ള ഒരു ലെജിസ്ലേഷൻ ഉണ്ടാക്കി. മണി ഈസ് എ സെക്കൻഡറി. കാരണം ഇതിനകത്ത് ഇത്രത്തോളം റിസർച്ച് സ്കോപ്പ് ഉണ്ടെന്ന് എന്റെ എക്സ്പീരിയൻസ് കാണുന്നത്. ഇതാണ് ഒരു ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി. ഇനി ഒരു സെക്കൻഡറി ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി കൂടെ ഞാൻ പറയുന്നത് അത് മറ്റൊന്നുമല്ല, ഇൻഷുറൻസ് മേഖലയുമായി ഗവൺ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ട്സ്. 1938 ആണ് ഇൻഷുറൻസ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത്. 1938 ഈ ഇൻഷുറൻസ് ആക്ടിന്റെ കീഴിൽ ആണ് നമുക്ക് IMT എൻഡോഴ്സ്മെന്റ്സ് ലോ, താരിഫ് റെഗുലേറ്ററി അതോറിറ്റി, കാലാകാലങ്ങളിൽ പാസ്സാക്കുന്ന ഗൈഡ് ലൈൻസ് ആണ് IMT. ഇന്ത്യൻ മോട്ടോർ താരിഫ് GR1, GR2, GR3 രജിസ്ട്രേഷൻ നോക്കിയാലേ എല്ലാത്തിനും അതൊരു IMT എൻഡോഴ്സ്മെന്റ്. അത് ആൻസർ ചെയ്യണമെങ്കിൽ IMT എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ടായിരത്തി 2006 താരിഫ് റെഗുലേറ്ററി അതോറിറ്റി റിപ്പീൽ ചെയ്തു IRDA. ഇപ്പൊ നിലവിൽ ആ ബില്ല് മൊത്തം തവറുണ്ട്. IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അവർ കാലാകാലങ്ങളിൽ പാസ്സാക്കുന്ന ലെജിസ്ലേഷൻ അല്ല, ഗൈഡ് ലൈൻസ്. അതാണ് ഈ കമ്പ്ലീറ്റ് ഗവൺ ചെയ്യുന്നത്. ഇത്രയും ഒരു ഹിസ്റ്ററി ഓഫ് ലെജിസ്ലേഷൻ മാത്രം പറഞ്ഞു. സെക്ഷൻ 146 ഞാൻ നമ്മളുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ട്സ് മാത്രമേ പറയുള്ളൂ. ചാപ്റ്റർ 11 ചാപ്റ്റർ 11 റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഞാൻ അലൗഡ് ചെയ്യൂ. കാഴ്ചയിലെ വലിയ പ്രശ്നങ്ങളുമായി തോന്നില്ല. നോ പേഴ്സൺ ഷാൽ യൂസ് എ മോട്ടോർ വെഹിക്കിൾ ഇൻ എ പബ്ലിക് പ്ലേസ് അൺലെസ് there is a policy of insurance comply with requirements of this chapter. സംശയം പ്രൈമ ഫേസി ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ഇല്ലാത്തതുണ്ട്. What is the effect of a vehicle without insurance? അതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ. വാട്ട്സ് ഇഫക്ട് ഓഫ് എ വെഹിക്കിൾ വിതൗട്ട് ഇൻഷുറൻസ്? ഈസ് ഇറ്റ് എ വെഹിക്കിൾ മീൻസ് ലീഗൽസ് ആണോ? സെക്ഷൻ 146 പ്രകാരം സ്റ്റാറ്റ്യൂട്ടർ മാൻഡേറ്റ് ചെയ്യുന്നു ഇൻഷുറൻസ് ഇല്ലാത്ത വെഹിക്കിൾ പബ്ലിക് പ്ലേസിൽ ഉപയോഗിക്കുന്നു. സോ ഈസ് ഇറ്റ് എ വെഹിക്കിൾ ഇൻ ഇറ്റ്സ് ലീഗൽസ്? ഞാൻ ചെറിയൊരു ഡിസൈഡ് കേസ് കൂടെ നോക്കാം. ഭാവേദിക്ക് ഇരിക്കുമ്പോൾ ഡിസൈഡ് ചെയ്ത കേസാണ്. നിങ്ങൾ ഒരുപക്ഷെ പേപ്പർ വായിച്ചിട്ടുണ്ടോ? PWD മിനിസ്റ്റർ മുന്നിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് പോവുകയാണ്. വണ്ടി BMW കാറാണ്. ആ കാറിന്റെ പ്രസക്തി എന്നുള്ളത് അതിന്റെ ഇൻഷുറൻസ് മാത്രം 2 lakhs ഓഡിയോ അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് മാത്രം 2 lakhs. ഒരു 10 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡിൽ വരാനുള്ള ഒരു വാഹനം രാത്രി 10 മണിക്കാണ് അദ്ദേഹം
സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് സാധാരണഗതിയിൽ ഒരു 9 മണിക്കൂർ കൊണ്ടാണ് ഇത്ര ഏരിയ കവർ ചെയ്യാമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വണ്ടി 5 മണിക്കൂറാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്തി. കാരണം വാഹനത്തിന്റെ സ്പീഡ് അത്രയും നല്ല സ്പീഡ്. ഈ വാഹനം തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്തു. മാവേലിക്കര അടുത്ത് നങ്ങ്യാർകുളങ്ങര എന്ന ജംഗ്ഷനിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്ത ഒരു അധ്യാപകൻ കണ്ടു. പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എപ്പോൾ വായിച്ചിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു അദ്ദേഹം. വീട്ടിലേക്ക് തിരിച്ചു പോയി. രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഈ ഡയഡ് ഓൺ ദി സ്പോട്ട്. സോ ക്ലെയിം വാസ് 2 crores. കാരണം യുജിസിന്റെ അധ്യാപകനാണ്. ഹയർ അന്വേഷണം. The insurance company raised the contention that the vehicle is used for a public purpose, not covered vehicle use. അതായത് ഇതൊരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. It's used for a public purpose, not covered by a policy. So we are entitled to our deep right now. മിനിസ്റ്റർ ഒക്കെ കക്ഷിയായിരുന്നില്ല. മിനിസ്റ്റർ ആണ് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഓടി കാറില് കേരള സ്റ്റേറ്റ് ബോർഡ് പിന്നെ ബീക്കണായിരുന്നു. ഇതെല്ലാം മാസത്തിൽ വന്നിട്ട് എല്ലാ മാസത്തിൽ വന്നിട്ട് അവർ പറഞ്ഞതാണ് പബ്ലിക് പർപ്പസ് നോട്ട് കവേർഡ് ബൈ പോലീസ്. On behalf of the minister, the order raised the contention that the minister was allotted with vehicle by the state government. State government minister വാഹനം അലോട്ട് ചെയ്തു. മിനിസ്റ്റർ ഈ വാഹനം ഒരു പബ്ലിക് പർപ്പസിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. സോ നെസസറി എല്ലാവർക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വെഹിക്കിൾസിന്റെ കസ്റ്റഡിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റ്സ് ഫോട്ടോ. അപ്പൊ ഇതിനകത്ത് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ ഓടിക്കുന്നു. ഇന്നോവ ക്രിസ്റ്റ കാർ ഓടിക്കുന്നു. Verification showed that the vehicle, the insurance of the vehicle is expired 6 months. 6 മാസം മുമ്പ് ഈ വണ്ടിയുടെ ഇൻഷുറൻസ് എക്സ്പയർ ആണ്. ഞാൻ റിക്വസ്റ്റ്. So I told that the vehicle though is allotted to the minister is not a vehicle in its legal sense, because once you take vehicle in the legal sense, it should comply with Section 146. Okay. The 140 summary. തുടർന്ന് തന്നെ റിക്വയർമെന്റ്സ് ഓഫ് പോളിസീസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് ലയബിലിറ്റി എന്നാണ്. ആ പോളിസിക്ക് തന്നെ ഒരു ലിമിറ്റ് അതിന് തന്നെ വേണം. ഞാൻ അങ്ങനെ ഇത് പറഞ്ഞു. ഇങ്ങോട്ട് കമ്പനി റിക്വയർമെന്റ്സ് ഓഫ് സ്റ്റാർട്ടർ. A policy of insurance must be a policy which insures against any liability that or bodily injury to any person, including all of the goods for his authorized representative, or damage to any property of the partner, any passenger of a transport vehicle except gratuitous passenger of goods vehicle. ഞാൻ അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് മാത്രമേ വായിച്ചു. ഇതിൽ നിന്നും ആർക്കൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി കവറേജ് ഉണ്ടെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത പോർഷൻസ് വായിച്ചെടുത്താണ്. ഇപ്പൊ സ്കൈ ഇസ് ദ ലിമിറ്റ്. എത്ര എമൗണ്ട് ആണ് കൊടുത്തത്? Any liability that or bodily injury to any person. Any person another qualify that is a third party unit. Including owner of the goods for his authorized representative,
damage to any property of the third party, any passage of a transport medium, except by gratuitous passport. Are a gratuitous passport around? What is it like illegal? Gratuitous passport. अब इसी प्रकार इतने पैर के कवरिंग इटू स्टैचू के कवरिंग इटू लगा डेथ ऑफ bodily injury of third party, damage to property of the third party, passenger of a traffic transport. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഇത്രയും പേർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു മില്യൺ റൈഡർ ഓഫ് ദ വെഹിക്കിൾ വരുന്നില്ല, ഒരു പാസഞ്ചർ ഓഫ് പ്രൈവറ്റ് വെഹിക്കിൾ വരുന്നില്ല, ഗ്രാറ്റുവിറ്റീസ് പാസഞ്ചർ വരുന്നില്ല, ഇനി ഓണർ ഓഫ് ദി വെഹിക്കിൾ വരുന്നില്ല. ഈ സെക്ഷൻ 147 ബേസിക് പ്രിൻസിപ്പിൾ അല്ലെ ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ. കോൺട്രാക്ട് ആയിട്ട് സെക്ഷൻ 124 സെക്ഷൻ 124 കോൺട്രാക്ട് ആയിട്ട് പറയുന്നത് ഇൻ ദ ഈവന്റ് ഓഫ് മൈ ഫണ്ട് or my representative's fund, I will pay a sum of ഇന്റർനെറ്റിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. എന്റെ വീഴ്ചകളുള്ള എന്റെ റെപ്രസെന്റേറ്റീവ് വീഴ്ചയുള്ള നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ സാമ്പത്തികം തരാം. അതേ പ്രിൻസിപ്പിൾ അല്ല ഇന്റർനെറ്റ് പ്രിൻസിപ്പിൾ ആണ് ഇതിനകത്ത് പറയുന്നത്. ശ്രദ്ധിക്കണം, 147 ആക്ട് ഓൺലി പോളിസിയെ മാത്രമേ പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ തരുന്നത് ഏതൊക്കെ തരം പോളിസികളുണ്ട്? സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പോളിസീസ്? രണ്ട് തരം പോളിസികൾ ഏതൊക്കെ പറയും? രണ്ട് തരം പോളിസികളുണ്ട്. ഒന്ന് എ പോളിസി, രണ്ട് ബി പോളിസി. എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു? എ പോളിസി മീൻസ് ആക്ച്വലി പോളിസി. ഇതിൽ വരുന്ന ഈ സ്റ്റാറ്റ്യൂട്ട് കവറേജ് തരുന്നത് ആക്ച്വലി പോളിസികൾ. ബി പോളിസി എന്നുള്ളത് കോൺട്രാക്ച്വൽ പോളിസീസ്. ഇപ്പൊ കോൺട്രാക്ച്വൽ പോളിസീസ് പല പേരിൽ അറിയപ്പെടുന്നു. ഇപ്പം ബി പോളിസിയുടെ ആദ്യ കാലങ്ങളിൽ ബി പോളിസി അറിയപ്പെടുന്നത് കോംപ്രിഹെൻസീവ് പോളിസി. പിന്നീട് കോംപ്രിഹെൻസീവ് പോളിസി മാറ്റി അത് വേർപെടുത്തും പാക്കേജ് പോളിസി. ടിവിയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് പോളിസി ബസാർ അല്ലെങ്കിൽ പോളിസി ബസാർ ചെന്നിട്ട് നമുക്ക് പോളിസി വാങ്ങിക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോളിസി വാങ്ങിക്കാം. ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും ഒരു ചർച്ചാ വിഷയമായ പോളിസിയാണ് സ്റ്റാൻഡേർഡ് പോളിസി. അല്ലെ, ഈ അവിടെ സെറ്റിൽമെന്റ് നടക്കുന്നതുകൊണ്ട് മാത്രം സ്റ്റാൻഡേർഡ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതൊന്നും നടക്കുന്നില്ല. കാരണം കേസ് നടത്തി ഇൻഷുറൻസ് കമ്പനി 3 വർഷം അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യും. കമ്പനിയുടെ വക്കീലിന് അറിയില്ല സ്റ്റാൻഡേർഡ് പോളിസി. കേസ് നടന്ന ഹർജിക്കാരൻ അറിയില്ല, ഇത് കേൾക്കുന്ന ജഡ്ജി കൊണ്ടുവരും. ഇതാണ് സ്റ്റാൻഡേർഡ് പോളിസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്റ്റാൻഡേർഡ് പോളിസി മീൻസ് ഇറ്റ് സ്റ്റാൻഡ്സ് അപ്പോൺ സംതിങ് എൽസ്. സിമ്പിൾ ആണ്. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് പോളിസി അല്ല, ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് എഗൈൻസ്റ്റ് അനദർ പോളിസിയാണ്. അപ്പൊ സോ നെസസറി ദേർ ഈസ് എ വാലിഡ് പോളിസി. അതറിയാതെ 5 വർഷം കേസ് നടത്തിയ ശേഷമാണ് പറയുന്നത് ഇവർക്ക് ആർക്കും അല്ല പോളിസി ഇത് somebody else. പിന്നെ റഷ്യ ജഡ്ജി സമ്മതിക്കില്ല, അമെന്റ്മെന്റ് പെറ്റീഷൻ അല്ലാതെ
ഞാൻ പറഞ്ഞത് ഈ കോൺട്രാക്ച്വൽ പോളിസീസ് ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് യുവർ ചോയ്സ് ആണ്. അതൊന്നും ഈ 147 വരുന്ന പോളിസീസ് അല്ല. ഇപ്പൊ ഞാൻ വേറെ ഉണ്ട് ഇൻഷുറേഴ്സ് എഗൻസ്റ്റ് അൺഇൻഷുർഡ് വ്യക്തി. നമ്മുടെ ചോയ്സ് ആണ്. അതായത് എന്നെ ഇരിക്കാൻ വന്ന വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ആ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് തരും. ഇതൊന്നും ഈ സെക്ഷൻ 147 പദവിയിൽ വരുന്ന പോളിസികളല്ല. അതെല്ലാം ആ കോൺട്രാക്ച്വൽ പോളിസീസ് ആണ്. ദാറ്റ് ഈസ് ഗവൺഡ് നിസ്സാര കാര്യം പറയാം. ഈ 147 കഴിഞ്ഞ ദിവസം അജി ഒരു തർക്കം 147 ആസ് പെർ ദി സ്റ്റാറ്റ്യൂട്ട് the liability of the insurance company in respect of damaged property is only 6,000 rupees. ആരായിരിക്കും അദ്ദേഹം വളരെ തന്ത്രപൂർവമായിട്ട് എന്ത് ചെയ്തു? കണ്ടക്ഷൻ റേസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് ബാധ്യതയില്ല. നീ ഹർജിക്കാരനോട് ചോദിച്ചപ്പോഴോ ഹർജിക്കാരൻ പിന്നെ കണ്ടിട്ടേ അറിയാതെ എവിടെ പോയി നോക്കുന്ന അവസ്ഥയാണ്. സ്റ്റാറ്റ്യൂട്ട് വളരെ ക്ലിയർ ആണ്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം 1/4/2022 മുമ്പുള്ള ആക്സിഡന്റ് ആണെങ്കിൽ ലയബിലിറ്റി in respect of third party property is limited to 6,000. വേറെ ആർക്ക് പൈസ കൊടുക്കും? ഞാൻ ആരോഗ്യം ചോദിക്കുന്നു. അജി carelessly placed that transaction. He willfully did not produce me policy. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ട്രാൻസാക്ഷൻ പോകുന്നത് എവിടെയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അറിയാം. He did not willfully produce the policy. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ GR39 IMD enforcement GR39 പറയുന്നുണ്ട് you can limit the third party coverage by reducing policy amount of ₹200 from the policy. നിങ്ങളുടെ പോളിസി എമൗണ്ട് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞാണ് ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്നും 200 രൂപ കുറച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ ഫിക്സ് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അത് എവിടെ കാണുള്ളൂ? പോളിസി കാര്യത്തിൽ കാണുള്ളൂ. തന്ത്രപരമായിട്ട് ഹാജരാക്കി ഇത്രയും മനസ്സിലാക്കുക. ഈ സ്റ്റാറ്റ് പോളിസികളാണെങ്കിൽ ഇത്രയും പേർക്ക് കവറേജ് കിട്ടുമോ? ബാക്കി ഒരു കാറ്റഗറിക്കും കവറേജ് കിട്ടുക. ഇന്നലെ ഡിസൈഡ് ചെയ്ത കേസാണ്. അതില് പാർക്ക് വണ്ടിയിൽ ടയർ കിട്ടിയപ്പോൾ അയാൾ മറന്നു. പാർക്ക് ചെയ്തിരുന്ന വണ്ടി. സോ കണ്ടീഷൻ ഈസ് ദാറ്റ് യൂസ് ഓഫ് ദി വെഹിക്കിൾ. The question is whether the vehicle was use of. അറ്റ്ലീസ്റ്റ് ഇതിന് 147 ഒരു പാരാമീറ്റേഴ്സ് മനസ്സിലായി. ഇത്രയും പേർക്ക് കവറേജ് കിട്ടുള്ളൂ. ഈ പറയുന്ന death and bodily injury of any person to the third party, damage to property of third party, then passenger in a transport vehicle. ഇത്രയും പേര് മാത്രമേ ഇത്രയും പേർക്ക് 147 പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി കവറേജ് കിട്ടുള്ളൂ. ഇനി സെക്ഷൻ 149 സെറ്റിൽമെന്റ് ബൈ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഹോസ്പിറ്റൽ. എത്ര ഇമ്പോർട്ടന്റ് അത്ര ഒരു ഡിഫിക്കൽട്ട് കോഴ്സ് അല്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ കോംപ്രമൈസർ കോടതി റെക്കോർഡ് ചെയ്യും. ഓർഡർ 23 ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സെറ്റിൽമെന്റ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു ദിവസം ഒത്തിരി കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വന്നത് 150 റിലവന്റ് പ്രൊവിഷൻ മാത്രമേ ഞാനൊന്ന് എക്സ്ട്രാക്ട് ചെയ്തിരുന്നു. ഒന്ന് അതിന്റെ 1/4/2022 മുതൽ വന്ന ഏറ്റവും ഡ്രഗ്ഫുഡ് എന്ന് പറയുന്നത് ആ ചേഞ്ചാണ് സെക്ഷൻ 150 വന്നത്.
നിലവിൽ ഇതിനകത്ത് ജഡ്ജിമെന്റ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഞാൻ സ്റ്റാറ്റ്യൂട്ട് മാത്രമേ പറഞ്ഞു. 150 duty of the insurer to satisfy judgments and awards against person insured in respect of third parties. Insurance company judgments and award satisfy അവർ ഓപ്ഷൻ ഉണ്ട്. അതിനൊരു എക്സെപ്ഷൻ സെക്ഷൻ 150(1). No sum shall be payable by an insurer under subsection 1 in respect of any judgment or award unless an insurer to whom notice of bringing in such proceedings is so given shall be entitled made a party. Particular insurance company കക്ഷികൾ and defend any action on any of the following grounds. Company defend അത് ഒന്ന് പറയുന്നത് യൂസ് ഓഫ് ദി വെഹിക്കിൾ. ഞാൻ ആദ്യമേ പറഞ്ഞു ഹയർ ആൻഡ് റിവാർഡ് ഓർഗനൈസ്ഡ് എക്സിറ്റ് ഫോർ പർപ്പസ് നോട്ട് അലൗഡ് ബൈ പെർമിറ്റ്. അടുത്താണ് driving by a named person or a person who is not duly licensed or he is disqualified or under the influence of alcohol or drugs as stated under section 189. B. The policy is on the ground it was obtained by non-disclosure of material matter. ഇൻഷുറൻസ് കമ്പനിക്ക് ഇത്രയും കണ്ടൻഷന് സ്റ്റാറ്റ്യൂട്ട് കൊടുക്കുന്നു. ഹയർ ഓർ റിവാർഡ് ഓർഗനൈസ്ഡ് റേസിംഗ് ഡ്രൈവിംഗ് not by a duly licensed under the influence of alcohol or drugs or non-disclosure of material fact. ഇത്രയും ഗ്രൗണ്ട്സ് ഇൻഷുറൻസ് കമ്പനിക്ക് റേസ് ചെയ്യും. ഇനി ഇത് മുമ്പ് ഉണ്ടായതാണ്. ഈ ഒരു അഡീഷൻ വന്നത് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ ഓർ ഡ്രഗ്സ് അഡീഷൻ വന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഡേഞ്ചർ അവിടെ 154 ആണ്. Where a certificate of insurance has been issued under subsection 3 of section 147 by reference to any condition other than those in subsection 2. ഈ subsection 2 ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വന്നേക്കും. അതായത് ഹയർ ഒരുപാട് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, ഇതെല്ലാം സബ്സെക്ഷൻ other than those mentioned in subsection 2 shall be of no effect. ഒന്നുകൂടെ വായിക്കണം, ഇത് അഞ്ചുകൂടെ വായിക്കാനില്ല. No insurer notice shall be entitled to award his liability other than in the manner provided in subsection 2. മുമ്പോട്ടായിരുന്നത് ക്ലോസ് ബി ഓഫ് സബ്സെക്ഷൻ 2 എന്നായിരുന്നു. ഇപ്പോ സെൻട്രൽ അമെൻഡ്മെന്റ് പ്രകാരം സബ്സെക്ഷൻ 2 വരുന്ന കംപ്ലീറ്റ് ഡിഫൻസ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും. അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? In case of a drunken driving, who will pay the amount? If the insurance company pay the amount. In case he was found to be under the influence of drugs, will the insurance company pay the amount? If the patient was not holding a while driving license, will the insurance company pay the amount? If the police was obtained by material or driving, will the insurance company pay the amount?
2022 ശേഷമാണ് ഞാൻ ഇതൊരു കേസുകൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട് ഒന്ന് വായിച്ചു എന്ന് മാത്രമേ പറഞ്ഞു. നിലവിൽ വരാൻ ജഡ്ജ്മെന്റ്സ് ഒന്നും ട്രെയിനിങ്ങിൽ ഞങ്ങൾ ചോദിച്ചപ്പോഴും യു ഡിസൈഡ് വി വിൽ സീ നത്തിങ് എന്നാണ്. സ്റ്റാറ്റ്യൂട്ടിനെ ക്വസ്റ്റ്യൻ ചെയ്താണ് എവരെങ്കിലും വെള്ളമടിപ്പിക്കുന്നുണ്ടോ എന്നറിയാം. ഹീ ഷുഡ് പേ ചെയ്യുമ്പോൾ ആ രീതിയിൽ ഒരു ഡ്രാക്കോണിയൻ ഗവൺമെന്റ് ആയിരുന്നു. കാരണം മുമ്പുണ്ടായിരുന്ന ജഡ്ജ്മെന്റ് പേ റിക്കവറി ആയിരുന്നു. പക്ഷെ അപ്പം സ്റ്റാറ്റ്യൂട്ട് വളരെ ക്ലിയറാണ്. ഇപ്പോൾ ആ ഒരു അവസ്ഥയില്ല. അതാണ് സ്വരൺ സിംഗിന്റെ കേസ് ഇതോടുകൂടി ബാധകമാണ്. പേ ആൻഡ് റിക്കവറിയുടെ ക്വസ്റ്റ്യൻ ഇല്ല. യൂണിവേഴ്സിറ്റി പറഞ്ഞതല്ല സ്റ്റാറ്റ്യൂട്ടിലാണ്. ഓക്കെ, കാരണം ഇതില് ഈ എല്ലാ സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിന്റെ അമെൻമെന്റ്സും ഇമ്മീഡിയറ്റ്ലി സുപ്രീം കോടതി അഡ്ജുഡിക്കേറ്റ് ചെയ്യിക്കും. നമ്മൾ കണ്ടില്ലേ ലിമിറ്റേഷൻ 6 മാസം എല്ലാ കേസുകളും എടുത്തു ഡിസൈഡ് തിങ് ഇമ്മീഡിയറ്റ്ലി. നോർമലി ഇറ്റ് ടേക്സ് ടു 4 to 5 years ഫോർ അഡ്ജുഡിക്കേഷൻ. ഈ കാലഘട്ടത്തിനുള്ളിൽ താഴെക്കോടതിയുള്ള കേസുകൾ തോന്നുന്നു ഇങ്ങനെ ഡ്രാക്കോണിയൻ ലെജിസ്ലേറ്റീവ് അമെൻഡ്മെന്റ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ പ്രൊവിഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. Section 159 information to be given regarding the accident. മുമ്പ് 158(6) ആയിരുന്നു. ഇപ്പൊ 159 ആണ്. The police officer during the investigation put an accident report must regulate settlement of claims in such manner as such. Within 3 months and conduct such particulars and submit the same claim to as other agency may be prescribed. The central rules rule 150A of CMB rules. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അനക്ഷൻ 13 CMB റൂൾസ് ഉണ്ട്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആക്സിഡന്റ് കഴിഞ്ഞാൽ തന്നെ ദ വെരി മൂവ്മെന്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന ആൾ വേറെയാണ്. ആ ഒരു പർപ്പസ് കൊണ്ട് വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. പക്ഷെ ഇതുകൊണ്ട് ആകെ ഉണ്ടായ ഗുണം MAC മൊത്തം ഫയൽ നടന്നല്ലാതെ എന്റെ കാഴ്ചപ്പാട് ഞാൻ പോലീസുകാർക്ക് കോട്ടയം ജില്ലയിലെ പോലീസുകാർക്ക് ക്ലാസ് നടത്തും. അതുകൊണ്ട് എല്ലാവരും ഫയൽ. പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിസൈഡ് ചെയ്യുകയാണ് 166(3) പ്രകാരം 6 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യണമെന്ന് പറയുകയാണ്. ഈ സ്റ്റാറ്റ്യൂട്ടിൽ ഭയങ്കരമായ സെക്റ്റീവ്. കാരണം ഇത് 3 തരം റിപ്പോർട്ട്സ് ആണ് പറയുന്നത്. ഒന്ന് FIR ഈക്വലന്റ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ആക്ഷൻ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് ആക്ഷൻ റിപ്പോർട്ട്. ഇതൊക്കെ ഓർമ്മ MAC അറിയുന്നല്ലാതെ ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന് ഫയൽ ചെയ്യാൻ 90 days കഴിയും. 90 days ഫയൽ ചെയ്തില്ലെങ്കിൽ that can be extended up to any extent. അപ്പൊ ഒരിക്കലും ക്ലെയിംസ് ടൈം പാടായി പോകില്ല. ഒളി റിലീസ് ഈ റൂട്ടിലൂടെ ചെയ്യേണ്ടത് പോലീസുകാരൻ വന്നത് MAC ഡിലെ കൺട്രോൾ ചെയ്യാൻ നടത്തി കൊടുക്കാൻ മാത്രം ക്ലെയിം ടൈം പാടായി പോകും. ഇങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് 163 ആണ്. അതുകൊണ്ട് ഞാൻ 163 എടുക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞാണ് 163 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 14 അത് 22/2018 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/4/2022 ഓമിറ്റ് ചെയ്തു. ഇപ്പൊ 163 ഇല്ല, 164 ഇത്രേ ഉള്ളൂ. Notwithstanding anything contained in this act or any of the legal aids of victims. 163 application legal aids from legal representatives. But
can do the application. Now, the condition that the claimant shall not be required to plead or establish that death or permanent disablement in respect of his claim was made was due to any wrongful act, neglect, or default of one of the vehicle. One of them. It's a case. 163 ഓണർക്കോ ഇൻഷുറർക്കോ നെഗ്ലിജൻസ് തർക്കം പറയുന്നത് സംശയിക്കുന്നു. ആ സ്റ്റാറ്റ്യൂട്ട് അതിൽ 160 പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ പ്രീവിയസ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. The claimant shall not be required to plead or establish that any wrongful act or neglect or default of the owner. അത് തർക്കമായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല. 163A 164 നോ ഫണ്ട് ലയബിലിറ്റി. ഇനി ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് whether a tort fees is entitled to claim compensation under section 163. Who is a tort fees? Are a tort fees നമ്മുടെ ടോർഷ്യസ് ലയബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത്. ടോർഷ്യസ് ലയബിലിറ്റിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് a criminal defendant. അയാളുടെ ടോർഷ്യസ് a criminal defendant is not entitled to compensation. അപ്പോൾ 163A ഒരു ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ ടോർട്ട് ഫീസ് കിട്ടുന്നു. അതാണ് ഒരു ഡിസ്പ്യൂട്ടഡ് ടെസ്റ്റ്. ടോർട്ട് ഫീസ് ആരാകുന്നത്? No need for an exception. What are the thing of 163 ബന്ധപ്പെട്ടിട്ട് അത് 3 ഇൻസ്റ്റൻസസ് ഡീൽ ചെയ്യുന്നു. ജസ്റ്റ് അത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞാൽ മതി. ഏത് കേസിൽ 163A നിലനിൽക്കും? കോട്ടയത്ത് ഡിസൈഡ് ചെയ്ത 3 കേസ് 3 എക്സാമ്പിൾ പറയാം. സോ യു സേ ഇൻ വിച്ച് കേസ് 163A will stand. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ക്രിമിനൽ ഡിഫൻഡന്റിന് cannot get compensation by invoking section 163. അവർക്ക് കഴിഞ്ഞ വർഷം ഡിസൈഡ് ചെയ്തതാണ്. അത് മറ്റൊന്നല്ല, ഒരു വെക്കേഷൻ കാലത്ത് ഒരു കുട്ടി മാവിൽ കയറി ഉറുപ്പെടുത്ത് താഴെ വെക്കും. അയ്യോ കാലം വെക്കേഷനിൽ പൊതുവായിട്ട് സംഭവിക്കുന്നു. നേരെ എടുത്ത് സർക്കാർ ആശുപത്രി കൊണ്ടുപോയി റൂൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി. അതിൽ കൃത്യമായ കാരണം നടന്നു. മാവിൽ നിന്ന് വീണ്ടും പരിക്കേറ്റാണ്. ഡിസ്ചാർജ് ചെയ്യാൻ നേരം നമ്മുടെ MACT ഏജന്റ്, പിന്നെ ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ കഥമാണ്. മാവിൽ നിന്നുള്ളത് ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. അത് വേണ്ടിയിട്ട് RDA നേരെ പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസുകാർ വിളിച്ചു. കാരണം പോലീസുകാർക്ക് കാര്യമായിരുന്നു. നേരെ അവർ കാരണം അവർക്ക് നോൺ കോഗ്നൈസ് കേസാണ്. ഇത്തരം കേസ് നോൺ കോഗ്നൈസ് ആണ്. നേരെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകും. പേഷ്യന്റ് കൊടുത്ത് 156 നേരെ ഓൾറെഡി ഒരു കുഴപ്പമില്ല. പോലീസ് ജീവന്റെ അന്വേഷണം നടത്തുമ്പോൾ പരാതി പറയുന്നത് പ്രതി അപായമായി ഉദാസീനമായി മനുഷ്യജീവൻ അപകടം വരുത്ത രീതിയിൽ യൂട്യൂബിനെ കുറിച്ച് മറന്നുപോയ കഥക്കാരൻ ടീച്ചർ പരിക്കേക്കും. ആ രീതിയിൽ ഒരു കഥ എഴുതി പേഷ്യന്റ് കൊടുക്കും. പേഷ്യന്റ് അതിന് എളുപ്പമാണ്. CM നേരെ പോലീസിലേക്ക്.
പിന്നെ ഇവിടെ അന്വേഷണം തുടങ്ങുകയാണ് പോലീസ് അന്വേഷിച്ച ശേഷം ഈ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കളവാണ്. ഹർജിക്കാരനായിരുന്നു ഇരുചക്ര വാഹനം ഓടിച്ചിരുന്നത്. ഹർജിക്കാരന്റെ അശ്രദ്ധ കൊണ്ട് ഇരുചക്ര വാഹനം എതിർകക്ഷിയുടെ വാഹനത്തിൽ പരിക്കേൽക്കേണ്ടതാണ്. അതിനാൽ ഇതൊരു ഫാൾസ് കേസാണ്. കഥകൾ മാധ്യമങ്ങളുണ്ട്. അവസാനം ഫാൾസ് കേസാണെന്ന് മാത്രമല്ല, NICക്ക് നിന്ന് ക്ലെയിം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൾസ് കേസാണ് കണ്ടെത്തുകയാണ്. ഇത് ഫാൾസ് ആയി തീർക്കുന്നത്. ഇതായിരുന്നു പലർക്കും എന്തായാലും ക്ലെയിം പെറ്റീഷൻ ഫയൽ. ഇത് ഒരു എക്സാമ്പിൾ. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ അത്ര പതിവ് സംഭവമല്ല. എന്തായാലും എന്റെ മുമ്പിൽ വളരെ കേസാണ്. ജീവിതത്തിൽ നിരാശ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിത നിരാശ ബാധിച്ച ഹർജിക്കാരൻ ഇദ്ദേഹം ഓട്ടം നടന്നു പോയിട്ട് ഒരു KSRTC ബസ് കിട്ടും. സാധാരണ ആരും നമ്മൾ റിസ്ക് എടുക്കില്ല അല്ലെ? എന്തായാലും അതാണ് രണ്ടാമത്തെ ഒരു പെറ്റീഷൻ, കേസ് ഓഫ് സൂയിസൈഡ്. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ, 2 വീലർ ഓടിച്ചു കഴിയുമ്പോൾ വണ്ടി ഓട്ടം നിയമം വണ്ടി പോകും. ഞാൻ ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾ പറഞ്ഞു ഉച്ച കഴിഞ്ഞാൽ. ഇതിന് ഏത് ക്ലെയിമാണ് 163 ഏത് ക്ലെയിം? ഒന്ന് ഫാൾസ്, രണ്ട് ട്രൂ ഇൻസ്റ്റൻസസ്. ഇതിൽ ഏത് 163 ഏത് ഉദാഹരണം ചെയ്യും? കുറെ ഇൻഷുറൻസ് വർക്കുമാരുണ്ട്. അവിടെ 163 ഏത് പ്രകാരം ഇതിൽ ഏത് ക്ലെയിം ചെയ്യും? അത് കഴിഞ്ഞു. ഫസ്റ്റ് അതായത് അതിൽ വിജയിക്കുന്ന ഫാൾസ് എന്ന് പറഞ്ഞ കേസ് മാത്രമേ വിജയിക്കുള്ളൂ. കാരണം ദാറ്റ് ഈസ് എ കേസ് ഇൻ വിച്ച് there is no collision between two vehicles. ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് തർക്കം ഉന്നയിക്കാൻ പാടില്ല, നിനക്ക് വിജയിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് 163 നടക്കുന്ന ഒരു കഥ എന്ന് മാത്രം നമ്മൾ application for compensation. Every application and subsection 2 of item, every application under subsection 1 shall be made at the option of the claimant, either to the claims tribunal having jurisdiction over the area in which action operated, or the claims tribunal within the local limits of whose jurisdiction the claimant resides or carries on, or within the limits of whose jurisdiction the defendant resides. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയുന്നത്. ഈ ഡിഫൻഡന്റ് റിസൈഡ്സ് നമുക്കറിയാം, ഇൻഷുറൻസ് കമ്പനി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇൻഷുറൻസ് കമ്പനി ഡിഫൻഡന്റ് റിസൈഡ്സ് വരുമോ എന്നതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഡിഫൻഡന്റ് റിസൈഡ്സ് ഇൻക്ലൂഡ്സ് ദ ഏരിയ വേർ ഡിഫൻഡന്റ് ഈസ് ക്യാരി ഓൺ ബിസിനസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ വരുന്നത് 30% ഹർജികളെങ്കിൽ ഒരു പറയാൻ പറ്റുന്നത് അവിടെ ചോദിച്ചിട്ടുണ്ട്. രണ്ട്, no application for compensation shall be entertained unless it is made within 6 months of occurrence of the act. According to legislation, 6 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യുക എന്നുള്ള പ്രാക്ടിക്കലില്ല. അതിന് എല്ലാ ദിവസവും ഒരു ലിമിറ്റേഷൻ കണ്ടീഷൻ. ഞാൻ അതിനകത്ത്
പോസ്റ്റ് ചെയ്തെങ്കിൽ തോന്നുന്നു പോസ്റ്റ് ചെയ്യും. ഇതിലെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ എന്നുള്ളത് എല്ലാ ഹർജിയും ഫയൽ ചെയ്തിരിക്കുന്നത് ലിമിറ്റേഷൻ ആക്ട് സെക്ഷൻ 5 പ്രകാരം. Whether limitation act is applicable to MSME. Limitation act applicable ആണോ? Yes. But the issue is not applicable. അതായത് If the particular legislation is not present in a particular act, there is a limitation. What application is not a small petition. സെക്ഷൻ 39(3) ആണ് അല്ലെ? 39(3) പ്രകാരം പറയുന്നു where statutes are different that is inconsistent with the limitation act. ഇതിന്റെ പാരാമീറ്റേഴ്സ് തന്നെ വേണ്ടെന്നാണ് പറഞ്ഞത് 39(3) ആണ്. പക്ഷെ അപ്പോഴും ഡൗട്ട്ഫുൾ പ്രൊപ്പോസിഷൻ ആണ് limitation act applicable to a corporate. Here is a tribunal having limited trappings of effort. This is not CPC committee നമുക്ക് ബാധകമാണ്. only limited portions മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണനയ്ക്കണം. That should be articulated by the Honorable Supreme Court. ഞാൻ അപ്പോഴും പറഞ്ഞു സുപ്രീം കോടതി നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ പോകുന്നു. We are without the helpless അല്ല, because എല്ലാം DAR വരുന്നു. Limitation act പറയുന്നത് limitation can be controlled. Delay അപ്പൊ ആപ്ലിക്കേഷനുള്ള വാഹന സെക്ഷൻ 5 ആപ്ലിക്കേഷന്റെ ഡെഫിനിഷൻ ഓഫ് പറയുന്നു ആപ്ലിക്കേഷൻ ഇസ് സിനോണിമസ് പെറ്റീഷൻ. സോ പെറ്റീഷൻ പറഞ്ഞില്ല, better it applies to suit. Applies to suit. അതേ പാർട്ട് സെക്ഷൻ 5 limitation act starts any application എന്നാണ് application or appeal. Application or appeal is not section 5. അത് തന്നെ പറഞ്ഞത് ഈ സൂട്ടിന്റെ അതേ പാരാമീറ്റേഴ്സ് തന്നെ ഒറിജിനൽ പെറ്റീഷൻസ്. But petition is original petition is filed in the December. Okay, anyway, that is then fact to be decided by the controversial. So നിലവിൽ ഈ 166(5) notwithstanding any desire or any of pending in courts, the fact of right of a person to claim compensation for injury in an action shall, upon the death of the person, survey to the legal representative, irrespective of the cause of death, is rateable for hard indexes to the injury or മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞത് ഡെത്ത് കേസിൽ പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതി പറയുന്നത് ഹൈക്കോടതി വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അപ്പൊ ഇത് വന്ന സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ബേസിക് പ്രിൻസിപ്പിൾ എന്തായാലും ഉണ്ട്. ആക്ഷൻ പേഴ്സണലൈസ് വോട്ടർ പേഴ്സണൽ ഉണ്ട്. ഇനി 167 option regarding claim for compensation in certain cases. Notwithstanding anything contained in the Workmen's and Compensation Act, where death or bodily injury any person is provides to a claim for compensation under this act, and also under the Workmen's Compensation Act, the person entitled to compensation may, without other portions of this chapter, claim such compensation under either of the acts or not both. രണ്ട് ലെജിസ്ലേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഏതിനാ വരുന്നത് ഓപ്റ്റ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ട് വന്നത് എനിക്ക് തന്ന ഇൻപുട്സ് പ്രകാരം ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്തു. MAC ആണെങ്കിൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് വെച്ച് കോമ്പൻസേഷൻ അവാർഡ് ചെയ്തു. ഇത്ര വിവരം ഉണ്ടായിരുന്നു, കൂടുതലായിട്ട് ആരും പറഞ്ഞു നിൽക്കുന്നു. MAC എന്നാലും വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നല്ല കോമ്പൻസേഷൻ. MAC മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമുള്ള കോമ്പൻസേഷൻ. ദാറ്റ് ഈസ് എ ഹയർ കോമ്പൻസേഷൻ.
ഈ ലിമിറ്റഡ് ഹെഡ്സ് അല്ല ഹയർ കോമ്പൻസേഷൻ കിട്ടും. പക്ഷെ അതിന് നമ്മൾ യൂസ് ഓഫ് ദി വെഹിക്കിൾ ഇതേ പബ്ലിക് പ്ലേസ് എങ്കിൽ മാത്രമേ ഈ ഈ ഇത് പ്രധാനമുള്ള കിട്ടും. 168 award by the tribunal. സംശയമില്ല 15 ദിവസത്തിനുള്ളിൽ അവാർഡ് കൊടുക്കുന്ന 30 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് കമ്പനി പണം കിട്ടും. എല്ലാ ഇൻഷുറൻസ് കമ്പനി 30 ദിവസത്തിനുള്ളിൽ പണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ 60 ദിവസങ്ങളിൽ അവർക്ക് അവാർഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് 30 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടും? അപ്പൊ അത് പ്രാക്ടിക്കലി നടക്കില്ല. അത് ഒരു പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞു. ഇനി പ്രൊസീജിയർ ആൻഡ് പവേഴ്സ് ഓഫ് ദി ക്ലെയിംസ് ട്രൈബ്യൂണൽ. ഇവിടെയാണ് എനിക്ക് ഒരു തർക്കം വരുന്നത്. ആദ്യത്തെ തന്നെ പറയാം, ഈ voting any inquiry under section 168, the claims tribunal may subject to any rules that may be made in this follow such summary procedure as dispute. ഇതേപോലെ വേറെ എവിടെയാണ് കോടതിക്ക് സൗകര്യങ്ങൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. Magistrate may follow his own procedure. അല്ലേ? മജിസ്ട്രേറ്റ് ആയിട്ടില്ല. മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രൊസീജിയർ അതേ അനുവാദം ആർക്കുണ്ട്, MACD എട്ടിക്കുണ്ട്. അതുകൊണ്ട് എല്ലാ സാക്ഷികളും വിസ്തരിക്കണം, വാശി പിടിക്കുന്നു. ഞാൻ പലപ്പോഴും സാക്ഷികൾ ചായ കൊടുത്ത് അവിടെ പറഞ്ഞുകൊണ്ടാണ് വാശി പിടിക്കുന്നത്. ഇത്ര വിപുലമായ അധികാരം MACD എട്ടിക്കൊണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റൊന്നുകൊണ്ടല്ല, ഒരു ഫൈനൽ റിപ്പോർട്ട് അനുകൂലമായിട്ടുണ്ടെങ്കിൽ എല്ലാം കോടതി വിധി കൺസിസ്റ്റന്റ്. ദാറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് നെഗ്ലിജൻസ്. പിന്നെ സാക്ഷി അല്ല കക്ഷി കൂട്ടി കയറ്റിയിട്ട് ആ കക്ഷിനെ വഴക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിന് നല്ല സന്തോഷത്തിന്റെ ചായ കൊടുത്തു. അത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂസ് നൽകും. സമ്മറി പ്രൊസീജിയർ ക്ലാസിക് തിങ്സ് ഡോക്യുമെന്റ്സ് മാറ്റിയ ഡിസ്പോസ് ചെയ്യും. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി the claims tribunal shall have all the powers of civil court for the purpose of taking evidence and enforcing attendance of the witness. CBSE കംപ്ലീറ്റ് ഭാഗമാകുന്ന രീതിയിലാണ് നടത്തിയിരുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൂളുണ്ട്. റൂൾ 395 ഓഫ് KV റൂൾസ്, കേരള CBSE ആപ്ലിക്കേഷൻ പറഞ്ഞത് റൂൾസിൽ പറയുന്നു ഓർഡർ 6 അല്ല ഓർഡർ 5 പ്ലീഡിങ്സ്. അമെൻമെന്റ് ഓഫ് പ്ലീഡിങ്സിന് ഓർഡർ 6 സമൻസ്. Order 9, presence or absence of parties. Order 13, protection of documents. And order 16, summons to businesses. ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമേ CBC ആപ്ലിക്കബിൾ ഉള്ളൂ. ബാക്കി ഒരു പർപ്പസും CBC ആപ്ലിക്കബിൾ അല്ല. സംഭവിച്ചിട്ടാണ് വിധിയിലൊക്കെ ഉണ്ടോ? ഞാൻ അതിനെ പലപ്പോഴും ഡോഗ്സ് ലോ എന്നാണ് എഴുതിയിരുന്ന നിയമം എഴുതുന്ന ഓപ്ഷൻ. സ്റ്റാറ്റ്യൂട്ട് പറയുന്നു ഇത്രയും പർപ്പസിന് മാത്രമേ CBC ആപ്ലിക്കബിൾ ഉള്ളൂ. പലപ്പോഴും പെറ്റീഷൻസ് കാണാം ടു ഇംപ്ലീറ്റ് ദി ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഡിസിഷൻ, കൺട്രോൾ ദ ഡിലേ ഓഫ് 300 days. അതിന് അപ്ഡേഷൻ ഉണ്ട്. ഇത് ആപ്ലിക്കബിൾ ആണ്, MACDക്ക് ആപ്ലിക്കബിൾ ആണോ? ലീഗൽ റെപ്രസെന്റേറ്റീവ് ഇംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം കിട്ടണം? സ്റ്റാറ്റ്യൂട്ട് MACD വേണ്ട, സിവിൽ കോടതിയാണ് 150 days 90 days നമുക്ക് ഇംപ്ലീറ്റ് ചെയ്യാം. 60 ദിവസം കഴിയുമ്പോഴേ അപേക്ഷ 150 days. പക്ഷെ പലപ്പോഴും MACD 60 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇംപ്ലീഷൻ.
ഇതൊക്കെ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടതായ സിറ്റുവേഷൻസ്. അതുപോലെ പലപ്പോഴും കാണുന്ന ഒരു പെറ്റീഷൻ ആണ് ഓർഡർ ഗുഡ്സ് ആണ് പെറ്റീഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആരോട് എന്ത് പറയാൻ ഓർഡർ ഗുഡ്സ് ആണ് പെറ്റീഷൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ഞാൻ ഈ ജാതി പെറ്റീഷൻസ് വരുന്നുണ്ട്. bear in mind that only a limited portion of CPC is applicable. And as far as Kerala High Court അടുത്ത കാലത്തിൽ വിധി പ്രകാരം ദുബി പോളിസി ഇല്ല. എന്നിരുന്നാലും പെറ്റീഷൻസ് അലോ ചെയ്യുന്നു. Point 7. Implementing insurance in certain cases. ആ സെക്ഷൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒറിജിനൽ പെറ്റീഷൻ വാല്യൂ ഇൻഷുറുടെ കക്ഷിയല്ല. അതെ സാർ, ഏറ്റവും കൂടുതൽ MACക്ക് വരുന്ന പെറ്റീഷൻ 170 പെറ്റീഷനാണ്. അത് മിക്കവാറും ഡിസ്പോസൽ സ്റ്റേജിലായിട്ട് കാണണം. ഇൻഷുറൻസ് കേസസ് ഈ OP ഫയൽ ചെയ്യുന്ന സമയത്ത് ഇൻഷുറുടെ കക്ഷിയല്ല. അങ്ങനെയുള്ള ഒരു കേസിൽ മാത്രമേ സെക്ഷൻ 170 അപ്ലൈ ചെയ്യുള്ളൂ. There is collusion between person making the claim and person claim is made. See, insurance is not a necessary part of OP ആവണമെന്നില്ല. The dispute is between the individual and all of the people. Even driver is not a necessary party. Driver is not a necessary party. A person is to claim is made must be understand claim. If the provision direct the insurer to be made, ഇങ്ങനെ കണ്ടീഷൻസ് കോടതി ഓർഡർ ചെയ്ത് മാത്രം 170 പെറ്റീഷൻ. അതിന് സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് ഡിസിഷൻ ഉണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് ശ്രീലങ്ക കേസ് 2014 കേസ് 49-47 സുപ്രീം കോടതി ഫുൾ ബെഞ്ച് ഡിസിഷനാണ്. അതിനകത്ത് പറഞ്ഞു once the insurer is implicated in party right, it can contest its own terms. ഈ ജഡ്ജ്മെന്റ് മനസ്സിലാക്കാതെയാണ് സബ്സിക്വന്റ് ആയിട്ട് ഡിസിഷൻ വന്നത്. 2013 കേസ് 46-01 ഡിവിഷൻ ബെഞ്ച് ഡിസിഷനാണ്. എനിവേ 170 പെറ്റീഷന്റെ കണ്ടിന്യൂസ് എപ്പോഴും വരുന്നുള്ളൂ. ഇൻഷുറർ ആസ് ഡയറക്റ്റഡ് ബൈ ദി ട്രിബ്യൂണൽ ഇസ് മേഡ് എ പാർട്ട്. അല്ലാത്ത കേസുകൾ ഇൻഷുറർ രക്ഷപ്പെടാൻ ആവശ്യമില്ല. പെറ്റീഷൻ ആവശ്യമുണ്ട്. കമ്പനി ചിന്തിക്കുന്നു ഇനി എമൗണ്ട് അപ്പീലാണ്. അപ്പീലില് മിനിമം എമൗണ്ട് 25,000 കിട്ടണം, അല്ലെങ്കിൽ 50% ഓഫ് ദി എമൗണ്ട് വിച്ച് ഓഫ് only condition is that if claim amount 1 lakh is exceeded, എങ്കിൽ മാത്രമേ അപ്പീൽ പറ്റും. ഇത് 174 റിക്കവറി ഓഫ് മണി ഇൻഷുറൻസ് അരിയിൽ practical where any amount is due to any person under an award. The claims can be made on application made by a person entitled to the issue certificate for the amount collector, and collector shall proceed to record the same as if an arrears of that. ഏറ്റവും വലിയ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാണ് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഇല്ലാതെ പ്രോപ്പർട്ടി ഇഷ്യൂ. മിക്കവാറും കമ്പനിക്ക് ഫയൽ ചെയ്ത് EP ഒന്നും കിട്ടാതെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നത്. മുമ്പ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വെരി പോലും പോസ്റ്റ് ചെയ്യുന്നത് സ്ട്രേറ്റ് അവേ ഇഷ്യൂ RR സർട്ടിഫിക്കറ്റ് ഇഷ്യൂ. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് കുറെ അവർ ചലഞ്ച് ചെയ്തു. They got some guidance unless property details is published. No RR certificate.
അതാണ് ഇപ്പോൾ അടുത്ത, അതുകൊണ്ടാണ് കമ്പനികൾ കൊടുത്തത് മിക്കവാറും യുപിയാണ്. ഫർദർ സ്റ്റെപ്സ് എന്ന് പറയും, ഓർ ഫർദർ സ്റ്റെപ്സ് ആൻഡ് ഡിസ്പോസൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രാക്ടിക്കലി ഉപയോഗം. ഇത്രയുമാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ ഡീറ്റെയിൽഡ് റൂട്ട്സ്. ഞാൻ തൽക്കാലം റൂട്ട്സിലേക്ക് പോകുന്നില്ല, കാരണം വേറെ ഒന്നും കാര്യമുണ്ട്. ഈ റൂട്ട്സിൽ ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. MACക്ക് 14 കാണിക്കാൻ പറ്റും. MACക്ക് വല്ലപ്പോഴും മഴയ്ക്ക് ചെറുപാറാണ് ആ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു ബോർബൺ ഫ്രാക്ചർ വന്നു, ബോർബൺ കൈക്കാവും കാലിലാണ്. ഒരു വക്കീലിനെ കാണുന്നുണ്ട്. ആ വക്കീല് പറയുന്നത് ഒരു 10 ലക്ഷം രൂപ കൈവച്ചു. അടുത്ത വക്കീലിനെ പറഞ്ഞിട്ടുണ്ട്. ആ വക്കീല് പറയുന്നത് ഞാൻ 30 ലക്ഷം രൂപ മേടിച്ചു. മൂന്നാമത് ബാലേന്ദ്രപിള്ളയെ കാണുന്നുണ്ട്. ബാലേന്ദ്രപിള്ള അത് 1 കോടി കിട്ടും. ഇതിലാർക്ക് കിട്ടും? ആ ഫയൽ ആർക്ക് കിട്ടും? കാര്യം മനസ്സിലായില്ലേ? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് കോർട്ട് ഫീ. ആഡ് വലോറം കോർട്ട് ഫീ. ആഡ് വലോറം മീൻസ് ഓരോ സ്റ്റേജിൽ സെറ്റ് 30 1 lakh more than 1% court fee. 1% legal benefit fund. Suppose 1 crore ചോദിച്ചു, ദുഷ്ടനായിട്ട് എന്ത് തോന്നുന്നു? സംഭവിക്കാൻ പോകുന്നത് 2 ലക്ഷം രൂപ കോർട്ട് ഫീ ലീഗൽ ബെനിഫിറ്റ് ഫണ്ടായിട്ട് തോന്നി. ഇത് മോളിൽ കയറി പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ചോദിക്കാറില്ല വക്കീലെ ഇത്രയും ഭയപ്പെടാടുന്നു. ഞാൻ ശരിയായി കിടന്നു. ഞാൻ എനിക്ക് അതിനകത്ത് കണ്ടീഷന് കാര്യമില്ല. അത് അറ്റ്ലീസ്റ്റ് പണിയില്ല. ഇത് ഒരുപാട് ഞാൻ ചോദിച്ചു, അർത്ഥമില്ല. പക്ഷേ ഹിയറിംഗ് കഴിയുമ്പോഴെങ്കിലും ക്ലെയിം റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഈ എമൗണ്ട് മൊത്തം പോകും. കാരണം കിട്ടുന്ന 10 ലക്ഷം രൂപയ്ക്കല്ല കോർട്ട് ഫീ. കിട്ടുന്ന 1 കോടി രൂപയ്ക്കാണ് പ്രൊപ്പോർഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത കാര്യം പ്രൊപ്പോർഷൻ കോസ്റ്റ് ആണ്. സപ്പോസ് ഇല്ല പറയുന്ന കേസിൽ, ഈ പറയുന്ന കേസിൽ 1 കോടി രൂപ ചോദിച്ചു, 10 ലക്ഷം രൂപ അവാർഡ് ചെയ്തു. ആര് തിരിച്ചു വരുന്നു? 1 കോടി രൂപ ചോദിച്ചില്ല, കോടതി അവാർഡ് ചെയ്ത് 10 ലക്ഷം രൂപയാണ്. ആകെ ജയിച്ചു, അത് തോന്നുന്നു. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ. ആര് ജയിച്ചു, അത് തോന്നുന്നു. അദ്ദേഹം 10 ലക്ഷം ജയിച്ചു, 90 ലക്ഷം രൂപയ്ക്ക് തോറ്റു അല്ലെ? 10 ലക്ഷം രൂപയ്ക്ക് ജയിച്ചു, 90 ലക്ഷം രൂപയ്ക്ക് തോറ്റു. 90 ലക്ഷം ഉൾപ്പെടെയാണ് കോടതി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊപ്പോർഷൻ ഈ സക്സസ് ആണ്. അതായത് 10 ലക്ഷത്തിൽ 90 ലക്ഷത്തിൽ തോറ്റു. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഹിയറിംഗ് ഡേയിലെങ്കിലും എന്നോട് പറഞ്ഞാൽ സാറ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു. അത് അവിടെ കാശ് കൊടുക്കുന്നു, അവിടെ പഠിപ്പിക്കാനോ അത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ റൂട്ട്സിൽ ആ ഒരു ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നത്. കാരണം ബാക്കി കാര്യങ്ങൾ അഞ്ചു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് എടുക്കുന്നത് ഹൗ ടു അസസ് ഡിസബിലിറ്റി. ഏറ്റവും കൂടുതൽ MACയിൽ തർക്കം വരുന്നത്, MACയിൽ ഏറ്റവും കൂടുതൽ തർക്കം വരുന്ന ഒരു ഫീൽഡ് ഡിസബിലിറ്റി അസസ്മെന്റ്.
ഇത് രസമായാലും പല ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകളും ഒത്തിരി തമാശയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വന്നത് ബെല്ലൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദി തമ്പാണ് ബെല്ലൻ ഫ്രാക്ചർ. അത് 32 ഡിസബിലിറ്റി. ബെല്ലൻ ഫ്രാക്ചർ ഞങ്ങൾ വൈദ്യുതി വെച്ച് മനസ്സിലാക്കിയിരുന്നു. ടിപ്പ് ഓഫ് ദി ടങ് 32 ഡിസബിലിറ്റി. ഓക്കെ, സഹിച്ചു. നമ്മുടെ ക്യാമ്പിലാണല്ലോ ചെറിയ കൺസൾട്ടൻ തൊട്ടു പുറകെ വേറെ സർട്ടിഫിക്കറ്റ്. മറ്റൊന്നല്ല, ഒരു ദിവ്യ ഫ്രാക്ചർ 64. ഇപ്പൊ കാര്യങ്ങൾ ഇവിടെ മരുന്ന് നിൽക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, മുട്ടിന് താഴെ 2 ബോൺസ് ആണ്, 4 ബോൺസ്. ഒക്കെ ടിബിയയിൽ മറ്റ് ഫിബിലേക്ക്. അപ്പൊ ടിബിയ ഫ്രാക്ചറിന് 64% 4 ബോൺ ഫ്രാക്ചർ എത്രയാണ്? 121%. 100% ഡിസബിലിറ്റി എന്ന ഡെഡ് കേസ്. 100-ന് താഴെ ആയിരിക്കും ഡിസബിലിറ്റി. ഇപ്പൊ നിലവിൽ ഫിക്സ് ചെയ്ത പ്രകാരം മാക്സിമം ഡിസബിലിറ്റി 90 ഉണ്ട്. 90ക്ക് മുകളിൽ ഡിസബിലിറ്റി ഇല്ല. അത് മറ്റൊന്നും കൊണ്ട് സംഭവിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇല്ല. നമ്മളെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ അതോറിറ്റീസ് ആണ് ട്രെയിനിങ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ വീഡിയോ ശ്രദ്ധിക്കും. What are these movements? ഈ വീഡിയോ കാണിക്കാൻ തന്നത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് മൂവ്മെന്റിന്റെ ഒരു വീഡിയോ. എന്തൊക്കെയാണ് ഓർത്തോപെഡിക് റേറ്റ് ഓഫ് മൂവ്മെന്റ്സ് ഇത് കാണിക്കാൻ പറ്റും ഈ വീഡിയോ. Flexion, extension, hyperextension. Flexion, extension. Flexion, extension, hyperextension. Flexion, extension. Lateral flexion. Lateral flexion. Circumduction. Circumduction. Abduction. Adduction. 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 Rotation. Rotation. Lateral rotation. Medial rotation. Lateral rotation. Medial rotation. Lateral rotation. Medial rotation. Lateral rotation. Medial rotation. Supinated. Pronated. Supinated. Pronated. Supinated. Pronated. Elevation. Depression. Elevation. Depression. Plantar flexion, dorsiflexion. Plantar flexion, dorsiflexion. Inversion, eversion. Inversion, eversion. ഇതാണ് ഓർത്തോപെഡിക് റേറ്റ് ഓഫ് മൂവ്മെന്റ്സ്. ഇനി ഇതിന്റെ എങ്ങനെയാണ് ഡിസബിലിറ്റി അസസ് ചെയ്യുന്നത്? ജസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ രീതി മാത്രം പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഫ്രാക്ചറാണ് ക്ലാവിക്കുലർ. അല്ലേ? 2 വീലർ ആക്സിഡന്റിൽ ഇൻഡെഫിനിറ്റ്ലി ഒരു ക്ലാവിക്കുലർ ഫ്രാക്ചർ. ജസ്റ്റ് വീണ നല്ലല്ലോ. ഇനി അതിന്റെ ഒരു ഹയർ ഫോമാണ് സ്കാപ്പുലർ, ഹ്യൂമറൽ ഫ്രാക്ചർ.
ബോൾ ഫ്രാക്ചർ. ഇതെല്ലാം കൈയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രാക്ചർ. ഈ എല്ലാ കേസുകളിലും അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ ബോണിനെ, ക്ലാവിക്കിളായിക്കോട്ടെ, സ്കാപ്പിലായിക്കോട്ടെ, ഹ്യൂമറസ് ആയിക്കോട്ടെ, പൾനെ ആയിക്കോട്ടെ, ഡിസ്ക് ആയിക്കോട്ടെ, എൽബോ ആയിക്കോട്ടെ, ഏത് ഫ്രാക്ചറിനാണെങ്കിലും അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിന്റെ മൂവ്മെന്റ്. ഇപ്പൊ ഷോൾഡറിന്റെ മൂവ്മെന്റ് ഇപ്പൊ കാണിക്കുന്നത് ഇതാണ് എക്സ്റ്റൻഷൻ, മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്യും. ഇത് പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ, വെൽക്കോട് ബാക്കോട്ട് പോകും, ഫ്ലെക്ഷൻ. ഇതാണ് ഒരു മൂവ്മെന്റ്. എക്സ്റ്റൻഷൻ, ഹൈപ്പർ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ. അടുത്ത ഷോൾഡറിന്റെ മൂവ്മെന്റ് അബ്ഡക്ഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ. ഇനി ഇതിന് റൊട്ടേറ്റ് ചെയ്യും. ഈ ഷോൾഡർ ബോൾ റൊട്ടേറ്റ് ചെയ്യും. മീഡിയൽ റൊട്ടേഷൻ, റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ, മീഡിയൽ റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ. ഈ ഷോൾഡർ ബോൾ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷൻ മൂവ്മെന്റ്സ് ആണ് ഇവർ അസസ് ചെയ്യുന്നത്. ഇനി ഇതിന് സ്റ്റാൻഡേർഡ് പറയുന്നു. അതായത് നമ്മുടെ മനസ്സിൽ സർക്കിൾ ഉണ്ടാകും. ഒരു സർക്കിൾ രണ്ട് പേരുണ്ട്. ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ സർക്കിൾ, സർക്കിൾ രണ്ട് പേരുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ വെർട്ടിക്കൽ പ്ലെയിനാണ്. കൈ മൂവ് ചെയ്യുന്നത് ഇപ്പം വെർട്ടിക്കൽ സർക്കിളാണ്. ഇഞ്ചറി പറ്റാത്തതാണ് സംബന്ധിച്ചോ ഈ കൈ ഇത്രയും ഹൈപ്പ് നിർത്താൻ പോകണം. ഇത് 180 ഡിഗ്രി. നോർമൽ 180 ഡിഗ്രി. ഇനി ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ് 230 ഡിഗ്രി. കൈ ബാക്കിലോട്ട് നമ്മൾ വലിച്ചു വേണം, ബാക്കിലോട്ട് വരുന്നത് ഹൈപ്പർ എക്സ്റ്റൻഷൻ അത്രത്തോളം. ഇനി ഇവിടെ പറ്റുന്ന ഓരോ ഇൻഡ്യൂറേഷനും അതിന് കുറവ് വരും. ഈ 180 ഡിഗ്രി സപ്പോസ് 150 ഡിഗ്രിയാണ് പൊക്കാൻ വരിക. ഇത് 90 ഇതാണെങ്കിൽ അപ്പൊ അതിന്റെ എത്ര ഷോർട്ടേജ് തോന്നും? അതായത് നോർമൽ ആണ് 180, ഈ കാര്യത്തിൽ നോർമലി ഹൈറ്റ്. ബിക്കോസ് ഓഫ് ദി ഇഞ്ചറി അയാൾ ഇത്രയും പൊക്കാൻ വരുന്നു. ഫോർ എക്സാമ്പിൾ 150. അപ്പൊ ഈ 30 ഡിഗ്രിയുടെ കുറവാണ് അയാളെ സംബന്ധം, അയാളുടെ ഡിസബിലിറ്റി. അതോ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റില് വളരെ കുറവാണ് ഈ 30 ഡിഗ്രി ബിക്കോസ് ഓഫ് ദാറ്റ് ഇഞ്ചറി. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് പഠിച്ചോ. Total and control. Break down. ഇതാണ് ഇതിന്റെ നോർമൽ. 180 ആണ് ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, റൊട്ടേഷൻ. ഇത് നോർമലി വരും. ബിക്കോസ് ഓഫ് ദിസ് ഇഞ്ചുറി ആക്ച്വലി ഇത്രയും വരുന്നു. അപ്പൊ ഡെഫിസിറ്റ് എത്ര ഉണ്ടാകും? ഈ ഒരൊറ്റ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ 50 ഡിഗ്രിയുടെ കുറവാണ് ബിക്കോസ് ഓഫ് ഇഞ്ചുറി. അതിന് നമ്മൾ പെർസെന്റേജ് ഉണ്ടാകും. 50 എന്ന് പറഞ്ഞാൽ 50/180 into 100 27.7% ആണ്. ഒരു പക്ഷേ എന്റെ ഡോക്ടർ ഈ ഒരു അസസ്മെന്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിനുശേഷം പുള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ സംഭവിക്കും. ഈ 3 മൂവ്മെന്റ്സിന്റെ ആവറേജ് ആവറേജ് എടുക്കുക 27.7%. ചിലപ്പോൾ മാറ്റം സാർ ആവറേജ് ഗവൺമെന്റ് 27.77 റേഷ്യോയിൽ കിട്ടും.
ഇതിലേക്ക് other gradings പോകണം. Muscle strength. അത് വേറെ grading. Coordinated activities. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഏറ്റവും വലിയ ഇഷ്ടം വെച്ചാൽ ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അയാൾ ഡോക്ടർ നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കോടതി തന്നെ പറഞ്ഞ് നിങ്ങൾ വെട്ടിൽ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനകത്ത് പഠിക്കാനെങ്കിൽ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത പാട്ട് മസിൽസ് വരും, മാനുവൽ ഗ്രേഡിംഗ്. അത് മസിലിന്റെ മസിലിന്റെ മാനുവൽ ഗ്രേഡിംഗ്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ്, സിറ്റിംഗ് പ്രോസ്ട്രക്ടർ, ലിഫ്റ്റിംഗ് ഓവർഹെഡ്സ്, അങ്ങനെയുള്ള കോഓർഡിനേറ്റഡ് ആക്ടിവിറ്റീസ്. സ്ക്വാട്ടിംഗ് അതിനൊരു പെർസെന്റേജ്. ഇത് അഡീഷണൽ പോയിന്റ്സ് സോർട്ടഡ് മോർ ദാൻ ഹാഫ്. ഇങ്ങനെ ഈ പറഞ്ഞ ഡിഫറെന്റ് ഡിസബിലിറ്റീസ് ഓവർ 27.8 സ്ട്രെങ്ത് 20%, കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് 10%, 4%. ഇത്രയും ആക്ടിവിറ്റീസിന്റെ ഈ ഒരു ഫോർമുല A plus B 90 minus A divided by 90 കിട്ടുന്നോ? വീഡിയോ എടുക്കണം. ഒക്കെ ക്ലിയർ. A plus B 90 minus A divided by 90. അത് പറയാനുള്ള കാരണം ഈ ഫോർമുല വെച്ച് അപ്ലൈ ചെയ്യാൻ ഒരു കാലത്തും മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എബോവ് 90% വരില്ല. എബോവ് 90% ഒരിക്കലും ഡിസബിലിറ്റി ഈ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്ത് 90% മുകളിൽ പോകില്ല. ഇനി നമ്മളുണ്ടാകുന്ന ഡോക്ടേഴ്സിന് റെഡി കൊടുക്കുന്നു. ഇതെല്ലാം കൂടാന്നുള്ളത് വീഡിയോ കാണിച്ചില്ല. ഇനി ഈ A plus B 90 minus A divided by 90 എന്ന ഫോർമുല വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് 49.87 എന്നത് വാല്യൂ. അതായത് ഈ ഇന്ത്യനെ കൊണ്ട് ഇതിന്റെ മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് നോക്കിയപ്പോ 49.87% വന്നത്. ഈ ഹാൻഡ് കമ്പോണന്റ് ഹോൾ ബോഡിയുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് കമ്പോണന്റ് ഹോൾ ബോഡിയുടെ ആക്ടിവിറ്റീസുമായിട്ടുള്ള റിലേഷൻ അതാണ് 0.3 ന്യൂമറിൽ. അതായത് 30% ഹോൾ ബോഡിയുടെ 30% ആക്ടിവിറ്റീസും അല്ലെങ്കിൽ കാലെടുക്കുകയാണെങ്കിൽ relation to whole body 30% ആ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശതമാനം ഡിസബിലിറ്റിയിലേക്ക് പോകും. പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ഫോർമുല A plus B 90 minus A divided by 90 എന്ന ഫോർമുലയാണ്. ഈ ഫോർമുല വെച്ച് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആഡ് ചെയ്താൽ ഒരിക്കലും 90 പോകില്ല. ഡിസബിലിറ്റി കൺസെപ്റ്റേ ഇല്ല. 100% ഡിസബിലിറ്റി ആൻഡ് റിവേഴ്സ് ഭാഗമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇനി എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ കാര്യം. Hello everyone. Today we are going to discuss about multiple disabilities. I'm Dr. Suresh Parliament, Professor of Psychiatry, Deaf Diagnosis Center, Head of Forensic Psychiatry Unit, working at NIMHANS, Bangalore. In this video, I'm going to discuss about the definition of multiple disabilities and also how to assess multiple disabilities. This video is based upon the Right to Persons with Disability Act 2016 and also it was notified on 4th of January 2018. As per the definition, multiple disability means a combination of two or more disabilities mentioned from 1 to 20. The 20 disabilities which are notified that this guideline are blindness, low vision, leprosy included person, hearing impairment, locomotor disability, dwarfism. Till here, it is visible. The invisible disabilities are intellectual disability, mental illness, and autism spectrum disorders. Then cerebral palsy, muscular dystrophy, chronic neurological conditions, specific learning disabilities, multiple sclerosis,
speech and language disability, asthenia, hemophilia, sickle cell disease, acid attack problems, and Parkinson's disease. Here, in these 20 disabilities, if there are two or more, we need to use multiple disability formula. And if there are more than two, then we have to assess using a different formula for the purpose of giving disability benefits or disability social welfare schemes benefits. To assess multiple disabilities, you need to follow the following steps. The first step, that is step number 1. This is again notified under the guidelines 40. It clearly says the guideline used for every single disability shall be used for assessment for each disability of a person having multiple disability. In the first instance, that means if a person has blindness, we assessed him. If he has hearing difficulty, that needs to be assessed. And because of hearing and blindness, he may have depression. So that means you have to assess for even depression also. That means he has 3 disabilities. And all 3 need to be assessed. And a formula need to be applied to get the score. Once you have assessed all the 3 disabilities, you will arrange them in ascending order. The highest score will be given A, the next highest score will be given B, and the least will be C. So, if the person has more than 5 disabilities, the highest will be A, the next highest will be B. Means in ascending order, you will arrange A, B, C, D. Because this is very essential, we apply the formula instantly. This is the formula we are going to use. That is, A will be the highest, and B, which is the second one, will be considered, and 90 minus A divided by 90. This is the formula we are going to use to assess when there are 2 disabilities. So, for example, if the percentage of hearing disability is 30%, that will be considered as A. Visual disability is 20%. That is B. So now, we have usable 2 disabilities, hearing and visual, which is common especially in head injury. In head injury, there may be multiple disabilities involving, and here we have hearing impairment and visual impairment. Since hearing is more, it will be 30%, A will be considered as 30%, B will be 20%. By applying the formula, A plus B into 90 minus A divided by 90, so you will get 43%. So this is what is essential in assessment of 2 disabilities or multiple disabilities. You can't just add A plus B. It has to be this formula. And this formula will clearly says the total disability cannot exceed 100%. Hence, 90 has been chosen here. So that we will be able to get whatever the disability by using this formula within the 100%. The maximum will be 100. We can't go beyond 100. And hence, this is the 2 disabilities the formula is. Suppose if you have 3 disabilities, how will you do that? This is a question which is commonly asked by many of my friends. How to assess 3 disability if a person has hearing, visual, and also mental illness? Or else because of head injury, he has started having intellectual decline, or else mental retardation he has developed. What should we do at that time? For example, if the percentage of hearing disability is 30%, and visual disability is 20%, he has developed mental illness and depression, which is 15%. Now again, you will arrange the ascending order. A will be 30, B will be 20, and C will be 15. Now, you will choose A and B first. You will keep the C for time being separate. When you do for assessment of A plus B, for the top, take the topmost score, that is A and B, and you get 43%. Now that 43% will be A, and 50, which is C, will become B here. So now, remember 43% you are going to take because we have calculated from A to B. C is set aside now. Now you will use 43 as A. B will be 15. Now you will assess and you will get 15 or 51%. So this is how we are going to assess 3 disabilities. If it is a 4 disabilities are there, now you will have this 51 will become A, and the other disability will become the B. So you will go on adding until all the disabilities exhausted or assessed thoroughly. So this is how you are going to assess multiple disabilities.
So the final score will be 51%. My dear friends, to conclude, multiple disabilities calculated based on Section 40 of the Disability Guidelines. ഈ രീതിയിലാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് രണ്ടും ഒന്നും കൂടെ കൂട്ടിയാണെങ്കിൽ ഈ രീതി കാൽക്കുലേറ്റ് ചെയ്ത് 3 കിട്ടും. ഈ ബിറ്റ്വീൻ ഒരു ഫോർമുല കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഓർത്തോപെഡിക് ഡിസബിലിറ്റി ഓഫ് ഷോൾഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ന്യൂറോ 10%, ophthalmal disability 8%, cardio disability 20%. ഇത് ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും ഹയസ്റ്റ് 30 എടുക്കുന്നത്. ഈ ഫോർമുലയിൽ നെക്സ്റ്റ് ഹയസ്റ്റ് ആദ്യം എടുക്കണം. A plus B 90 minus A divided by 90 അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. Then that value will be A. Next highest will be B. ഈ രീതിയിലാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞു ഫോർമുല അവരുടെ നോക്കി അപ്ലൈ ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് മിസ്റ്റേക്ക് എടുത്ത് വേണം. ഇവിടെ റൂൾ ഇതാണ്. പലപ്പോഴും ഇവിടെ കോടതി തർക്കം കഴിക്കാൻ പറ്റും ഈ കാൽക്കുലേറ്റ് തെറ്റാണ്. ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബ്രാക്കറ്റിംഗ് റൂൾ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, ബ്രാക്കറ്റ് പറഞ്ഞ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അല്ലാതെ A plus B എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും കോടതിയിൽ അങ്ങനത്തെ വരുമ്പോൾ തോന്നും. ആക്ച്വലി കാൽക്കുലേറ്റ് കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആയിരുന്നു. എനിവേ ദേ ഗോട്ട് എ റെഡി റെക്കണർ വിത്ത് 100 നമ്പേഴ്സ് ഫോർ ദാറ്റ് അതിന് മിസ്റ്റേക്ക് ഇല്ല. ദിസ് ഈസ് ദ മോഡ് ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആർ കാൽക്കുലേറ്റഡ്. ഇനി ഒരു സെക്ഷനോടെ ഉണ്ട്, കാൽക്കുലേഷൻ കമ്പ്യൂട്ടേഷൻ. ഞാൻ കൂടുതൽ ജൂനിയേഴ്സിന് ഉദ്ദേശിച്ചാണ്, സീനിയേഴ്സിന് അത്രയും വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ മീഡിയേറ്റേഴ്സ് ക്ലാസ് എടുത്ത് അവരുടെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തത് ഈ കാൽക്കുലേഷൻ ഒന്ന് പഠിപ്പിക്കാവോ, കാരണം അവർക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ക്ലാസ് എടുത്ത് പാതിയായിട്ട് വേറെ പാതി വേണ്ടി പഠിക്കണം. കാൽക്കുലേഷൻ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഏതാണ് മൾട്ടിപ്ലയർ. പ്രണയത്തിന്റെ കേസിൽ അത് അപ്രൂവ് ചെയ്യണം. സരളവർമ്മ കേസിൽ പറഞ്ഞ കേസിൽ അപ്രൂവ്. നമ്മൾ ആദ്യം കാണേണ്ടത് ഏതാണ് ഏജ് ഗ്രൂപ്പ് എന്ന് നോക്കുന്നത്. ഏജ് ഗ്രൂപ്പ് മീൻസ് കംപ്ലീറ്റഡ് ഏജ് ആയിരുന്നു. ഒരാളുടെ കംപ്ലീറ്റഡ് ഏജ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ അയാൾ 1 year plus 1 day ആ രീതിയിൽ എടുത്ത ശേഷം ഏതാണ് നമുക്ക് വരുന്ന മൾട്ടിപ്ലയർ നോക്കുന്നത്. മൾട്ടിപ്ലയർ ഇതിൽ ഏറ്റവും ഹൈയസ്റ്റ് 18 ആണ്. 15 മുതൽ 21 മുതൽ 50 വരെ. ഞാൻ ജഡ്ജ്മെന്റിലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് മൾട്ടിപ്ലയർ വരുന്നത്. ഇനി ഈ പൊന്നേശ്വരന്റെ കേസിൽ പറഞ്ഞാൽ ബാക്കി രണ്ട് ഫിക്സ് ആണ്. ഒന്ന് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് പെർമനന്റ് ജോബ് ആണെങ്കിൽ 40 വയസ്സ് താഴെ 50, 40-നും 50-നും ഇടയിലാണ് 30. സപ്പോസ് സ്റ്റേജ് അമ്പാണെങ്കിൽ 40-ന് ഇടയിലാണ് അയാളുടെ ഏജ് 50 എടുക്കുന്നത്. ചെറിയ ചെറുവാങ്ങി ഫിഫ്റ്റി ആണെങ്കിൽ നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇനി പെർമനന്റ് ജോബ് ഇല്ലാത്ത ഒരാളുടെ ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ഓർ ഫിക്സഡ് കാറ്റഗറി 40 വയസ്സ് താഴെയാണ് 40%.
40-നും 50-നും ഇടയിലാണ് 20 ശതമാനം, 50-നും 60-നും ഇടയിൽ 10 ശതമാനം. 60 and above ആണ് 60. 60 വയസ്സുള്ള ഒരാൾക്കാണ് പിന്നെ പോസ്റ്റ് കിട്ടില്ല. ഓക്കെ, ഇനി ഡെത്ത് കേസിന് അഡീഷൻസ് വരുവാണ്. ലോസ് ഓഫ് എസ്റ്റേറ്റ് 15,000 എന്ന് പറഞ്ഞു. 31/10/2020 10 ശതമാനം കൂടി, 31/10/2023 20 ശതമാനം കൂടി. ഇത് ക്യൂമുലേറ്റീവ് ഇൻക്രീസ് ആണ്, സിമ്പിൾ ഇൻക്രീസ് അല്ല, ക്യൂമുലേറ്റീവ് ഇൻക്രീസ് ആണ്. അപ്പൊ ഇത് 18 ഇത് കൺസോർഷ്യം. കൺസോർഷ്യം 3 ടൈപ്പുണ്ട്: ഫിലിയൽ കൺസോർഷ്യം, പേരന്റൽ കൺസോർഷ്യം, സ്പൗസൽ. 20% ഇൻക്രീസ് ചെയ്തപ്പോൾ ഇത് 48,400. ഇനി ബേഡ്സിൽ ആൻഡ് ലീവിംഗ് കുടുംബത്തിൽ ഒന്നുമില്ല. ഒരു കാര്യം ഓർക്കുക, we are never giving compensation to a person who is no more. The concept of awarding compensation is not to grant compensation to a person who is no more. The concept of awarding compensation is what is the loss to the person who is there. He is no more. We are not bothered. What is the loss to the person? How the concept of the person is expensive. 2 or more dependents have 1/3 of it. 4 മുതൽ 6 ആണെങ്കിൽ 1/4, more than 6 ആണ് 1/5. ബാച്ചിലർ സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ 50%, ബാച്ചിലർ വിതൗട്ട് മാത്രമോ അല്ലെങ്കിൽ വിതൗട്ട് ഒക്കെ ആണെങ്കിൽ ഇത് ഈ 50% അല്ല 1/3 തന്നെയാണ്. നമ്മൾ 1/3 സപ്പോസ് മാരിയാണ്, ഈ സോളിഡ് ബേസിലാണെങ്കിൽ 50% നമുക്ക് 1/3. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടി ഇതോ ഇങ്ങനെ വെട്ടിയ കാണിക്കുന്ന തത്വങ്ങൾ പെട്ടെന്ന് മാറും. ഇതാണ് ഡെത്ത് കേസിൽ സാധാരണ ഗതിയിൽ കൊടുക്കുന്ന കോമ്പൻസേഷന്റെ ഒരു ടേബിൾ നോക്കാം. ഈ കേസിലെ ഡെത്ത് 2019 ഡെത്താണ്. അത് പലരും ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ലി ടു ഗോ ഓൺ വിത്ത് ഡാമേജ് ഓഫ് ദി സൈക്കിൾ. We will expect 20% കൂടി വളരെ വർദ്ധിക്കാനായി. എക്സ്പീരിയൻസ് ഡെത്താണ് 10,000. ലോസ് ഓഫ് കൺസോർഷ്യം 48,400. ലോസ് ഓഫ് എസ്റ്റേറ്റ് 18,000. ഇനി ഡിപെൻഡൻസി കോംപ്ലക്സ്. ഈ ഡിമൺ കേസിന്റെ ബാച്ചിലർ 12,000/2 + 40% എന്നൊരു വാല്യൂഷൻ കൊടുത്താലും ഈ കാൽക്കുലേഷൻ ഒരു വ്യത്യാസം വരില്ല. ഈ കാൽക്കുലേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ട് അവസരം 40%. തിരികെ ആദ്യം ചെയ്യേണ്ടത് അഡീഷൻ ടു സാലറിയാണ്. സാലറിയിലേക്ക് വരുന്ന അഡീഷനാണ് 12%. 10,000 രൂപ കൊണ്ട് 40% ആഡ് ചെയ്തുകൊണ്ട് 50% കൊടുത്താലും കാൽക്കുലേഷൻ ഇസ് സെയിം. കാൽക്കുലേഷൻ മാർക്ക് ഒന്നിലേക്ക് പറയേണ്ടത്. ഇഞ്ചുറി കേസാണ്. ലോസ് ഓഫ് റേഡിംഗ് 6 മാസം ഡിസബിലിറ്റി കോമ്പൻസേഷന്റെ ഗൈഡ്ലൈൻസ് അല്ലാതെ എല്ലാവരും ദിസ് ഈസ് ദി എമൗണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മൾ നോർമലി ലോസ് ഓഫ് ട്രേഡിംഗ് കൊടുക്കാറില്ല. ബിക്കോസ് ഈ ഹെഡിലും ഇത് തന്നെയാണ് വരുന്നത്. എക്സെപ്ഷൻ കേസിൽ കൊടുക്കാം, കാരണം അല്ലെങ്കിൽ ഡബിളിംഗ്. ഇയാളുടെ കേസിൽ ഡിസബിലിറ്റി കോമ്പൻസേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ബിയോണ്ട് 1 ഇയർ കൊടുത്താൽ ഇതേ കോമ്പൻസേഷൻ തന്നെയായിരിക്കും ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലോസ് ഓഫ് ട്രേഡിംഗ് നോർമലി 1 ഇയർ.
സപ്പോസ് ഇത് ഇയാൾക്ക് ഇവിടെ നിൽക്കാത്തൊരാൾ പാടില്ല അതെന്തോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ക്യാമ്പ് നിൽക്കാത്ത ഈ ഈ സോഷ്യൽ ഈ ഗെറ്റിൽ ഇടുന്നത് ആ ഗെറ്റിൽ ഇടുന്നത് സെയിം പർപ്പസ് ആയിട്ട് പർപ്പസ് തിരിച്ചും ഓപ്പറേഷൻ ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ 9,000 അത് ഹോസ്പിറ്റലിലേക്ക് കാരണം 2 IP 5 OP ഉണ്ടാവും പിന്നെ എക്സ്ട്രാ പൈസ 41 ദിവസം നമുക്ക് പോകാം 10 ലക്ഷം 49 നടത്തുന്നത് ജനശ്രമയിൽ 60 പോകണം ഇസ് കോമ്പൻസേഷൻ ഇതാണ് ഇന്നത്തെ ശ്രമം പിന്നെ ഇത്രയും ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത് normally acceptable. Normally, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത് സാധാരണ ഇനി ഇതിനകത്ത് വേറെ ഫീൽഡ് പ്രീസിഡന്റ് ആണ് ഓട്ടോമാറ്റിക് ഡെഡിക്കൻസ് ആണ് അതിന് എനിക്ക് പ്രാക്ടിക്കലി സമയം എടുക്കുന്ന കേസസ് ആണ് അതുകൊണ്ട് അതിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല ഇനി ഒരു കാര്യം മാത്രം ഞാൻ കണ്ടുപിടിക്കണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് എന്റെ മാത്രം ബൈൻഡിങ് ആണ് നിങ്ങളെ ബൈൻഡിങ് നാളെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വന്ന അർത്ഥമായി ഉൾപ്പെടാൻ തന്നെയായിരിക്കും കണ്ടൊരിക്കലൊരു എലി ഒരു വാക്കുകളുണ്ട് മൂഷികനാൽ ഞാൻ മൂഷികനിമേൽ ഭൂചകനാൽ ഭൂചകനിമേൽ ഇത് നാം തമ്മിൽ കാണുന്ന നേരം സത്യവും ഇല്ല കർമ്മവും ഇല്ല എങ്ങനെ പറയാമല്ലോ ഇത് നമ്മൾ കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യം തോന്നും നിങ്ങളെ ഭാഗത്തുനിന്ന് എന്നെ ഭാഗത്തുനിന്നാണ് എന്നെ ശ്രമിച്ച എന്നെ നന്ദി കാരണം ഇനി ഡൗൺസിൽ വേണമെങ്കിൽ ചെറിയ ടൈം എടുക്കാം അല്ലെങ്കിൽ സംശയങ്ങളൊന്നും ഇല്ല വേറെ തോന്നുന്നത് എന്റെ ഇത് ഈ മേഖലയിൽ സംശയം തുടങ്ങിയ അത്രത്തോളം സംശയം ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ശ്രമിച്ച എല്ലാ